ഹലോ ഓൾ, വെൽക്കം ടു NCMS ഗ്രൂപ്പ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഡിവിഷൻ ഹാക്സുകളാണ്. നമ്പർ 9നെയും അതുപോലെ തന്നെ നമ്പർ 11ന്റെയും ഡിവിഷൻ ഹാക്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ. നമുക്ക് എങ്ങനെ പെൻ യൂസ് ചെയ്യാതെ നമ്പർ 9ന്റെയും 11ന്റെയും ഡിവിഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അധികം ഡാറ്റ ഇന്റർപ്രിട്ടേഷനിലും മാത്തമാറ്റിക്കൽ റീസണിങ്ങിലും അധികം ചോദ്യം വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിവൈഡ് ബൈ 9 ആൻഡ് ഡിവൈഡ് ബൈ 11. അപ്പൊ ഈസി ആയിട്ട് ഏത് നമ്പറിനെയും നമുക്ക് എന്ത് ചെയ്യാം, ഡിവൈഡ് ബൈ 9ഉം ഡിവൈഡ് ബൈ 11ഉം ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ട്രിക്സ് ആണ് നമ്മൾ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. സോ ആദ്യം നമുക്ക് ഫസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ ആദ്യം ഡിവിഷൻ ബൈ 9 ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പൊ എന്ത് സ്ട്രാറ്റജിയാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ബേസ് മെത്തേഡാണ്. ബേസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ 10നെ ബേസ് ആക്കി എടുക്കുന്നത്. 10 നമ്മൾ ബേസ് ആക്കി എടുക്കുന്നത്. ഇപ്പൊ 9 എന്ന് പറഞ്ഞാൽ 9 പ്ലസ് 1 ഈസിക്കൽ ടു 10 ആണ് അല്ലെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്ലസ് 1 എന്നുള്ള സ്ട്രാറ്റജി നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ. ഓക്കെ, പ്ലസ് 1 എന്നുള്ളത് നോക്കാം. നമുക്ക് ഫസ്റ്റ് എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം എങ്ങനെ ഇത് ചെയ്യുന്നത്. ഇപ്പൊ ഫസ്റ്റ് എക്സാമ്പിൾ എന്താ വെച്ചാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 123 ഡിവൈഡ് ബൈ 9. ഇതെങ്ങനെ ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് നമ്മൾ 9നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് നോക്കുന്നത്. അപ്പൊ നമ്മളിവിടെ പ്ലസ് 1 സ്ട്രാറ്റജി നമുക്ക് ഓർമ്മയില്ല. 9 പ്ലസ് 1 ഈസ് പ്ലസ് 1 എന്നുള്ള സ്ട്രാറ്റജി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ 123 അല്ലെ, 123 ഇവിടെ പ്ലസ് 1 എന്നുള്ളത് അല്ലെ. നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ 9നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യത്തെ ഡിജിറ്റ് ഉണ്ടല്ലോ അത് അതേമാതിരി എഴുതുക. അതേമാതിരി നമ്മൾ എഴുതി 1 എന്നുള്ളത് നമ്മൾ എഴുതി. ദെൻ 1 ഇൻറ്റു പ്ലസ് 1 നമ്മൾ ചെയ്താൽ നമുക്കറിയാം 1 ആണെന്ന്. സോ വി ആർ ആഡിങ് പ്ലസ് 1. സോ വി ഗോട്ട് 2 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 3 എന്നുള്ളത് അല്ലെ. അഗെയിൻ 3 ഇൻറ്റു പ്ലസ് 1 ഈസ് ഈക്വൽ ടു പ്ലസ് 3. ദെൻ 3 പ്ലസ് 3 ഈസ് ഈക്വൽ ടു എത്രയാണ്, നമുക്കറിയാം 6 ആണെന്ന്. സോ 123ന്റെ ഡിവൈഡ് ബൈ 9 എങ്ങനെ ആയിരിക്കും, നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ഡിജിറ്റ് ഉണ്ടല്ലോ നമ്മൾ എന്തായിരിക്കും, നമുക്ക് റിമൈൻഡർ ആയിരിക്കും. അപ്പോൾ 13.6 ആയിരിക്കും ഇതിന്റെ കറക്റ്റ് ആൻസർ. വളരെ സിമ്പിൾ അല്ലേ. നമ്മൾ ആദ്യം ആ ഡിജിറ്റ് നമ്മൾ എടുത്ത് എഴുതുന്നു, എന്നിട്ട് പ്ലസ് 1നോട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ എന്താണോ നമ്പർ കിട്ടുന്നത് അതിന് നമ്മൾ ആഡ് ചെയ്ത് പോവുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി. ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കാം. ഓക്കെ, നോക്കേ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കേ. 544 ഡിവൈഡ് ബൈ 9. നമ്മൾ നേരത്തെ പറഞ്ഞ അതേമാതിരി തന്നെ 544 ഡിവൈഡ് ബൈ 9 പ്ലസ് 1 എന്ന സ്ട്രാറ്റജിയാണ്, ബേസ് മെത്തേഡാണ്. ഇപ്പൊ 5 നമ്മൾ അതേമാതിരി എടുത്ത് എഴുതുന്നു. 5 ഇൻറ്റു 1 പറഞ്ഞാൽ നമുക്കറിയാം പ്ലസ് 5 ആണ് വരുന്നത്. സോ 4 പ്ലസ് 5 ഈസ് ഈക്വൽ ടു 9 ആണ് അല്ലെ. അഗൈൻ 9 ഇൻറ്റു 1 പറഞ്ഞാൽ 9 തന്നെയാണ്. അഗൈൻ 9 പ്ലസ് 4 ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നത് 13 കിട്ടി അല്ലെ. 13 കിട്ടുക എന്ന് പറഞ്ഞാൽ 2 ഡിജിറ്റ് ആയി. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാല് 9ന്റെ മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ 13 നമ്മൾ 3 ആയിട്ട് ഇവിടെ എഴുതുന്നു. 1 ഉണ്ടല്ലേ, 1 ഇങ്ങോട്ടും ക്യാരി ചെയ്യണം, അതുപോലെ തന്നെ 1 ഇവിടെയും നമ്മൾ ക്യാരി ചെയ്യണം. എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കേ. അപ്പൊ 13 നമ്മൾ എന്ത് 3 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 4. ഇത് നമ്മൾ റിമൈൻഡർ ലാസ്റ്റ് ഡിജിറ്റ് ആണ്, നമുക്ക് റിമൈൻഡർ ആണെന്ന് അറിയാം. ദെൻ 9 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 10 ആണ്. 0 അഗൈൻ 1 ഇങ്ങോട്ട് ക്യാരി 60.4 ആണ്. ഈസി അല്ലേ ദിസ് മെത്തേഡ്. ഇത് എന്ത് മെത്തേഡ്, നമ്മൾ 1 കൊണ്ട് നമ്മൾ കിട്ടുന്ന വാല്യൂ നമ്മൾ ആഡ് ചെയ്ത് നമ്മൾ പോകുന്നത്. ഓക്കെ അല്ലേ. ഒരു എക്സാമ്പിളിൽ നമുക്ക് നോക്കാം. ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് 123 ഡിവൈഡ് ബൈ 9. 123 നമ്മൾ 9 കൊണ്ട് ഈസിയായി ഡിവൈഡ് ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞ സ്ട്രാറ്റജി എന്താണ്, 2233 ഡിവൈഡ് ബൈ 9. ഇത് എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം പ്ലസ് 1 എന്ന സ്ട്രാറ്റജി നമ്മൾ ചെയ്യുന്നത് ആദ്യത്തെ ഡിജിറ്റ് നമ്മൾ അതേമാതിരി എഴുതുന്നത്. അഗൈൻ 1 ഇൻറ്റു പ്ലസ് 1 എത്രയാണ്, 1 ആണ്. സോ പ്ലസ് 1 2 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 3. അഗൈൻ 3 ഇൻറ്റു 1 എത്രയാണ്, 3 ആണ്. പ്ലസ് 3 നമുക്കറിയാം 6 ആണ്. ഓക്കെ, ദെൻ 6 ഇൻറ്റു 1 പ്ലസ് 6 ആണ്. 6 പ്ലസ് 3 എന്ന് പറയുന്നത് എന്താണ്, 9 ആണ്. അപ്പൊ നമുക്ക് ആൻസർ എന്താ കിട്ടിയത്, 136.9 ആണ്. അപ്പൊ 9 കൊണ്ട് വളരെ ഈസി അല്ലേ, മനസ്സിലായല്ലോ അല്ലെ. നമ്മൾ എന്താ ചെയ്തത്, 10 ബേസ് മെത്തേഡ് കണ്ടു. അപ്പൊ പ്ലസ് 9 നമ്മൾക്കൊക്കെ ആദ്യം കിട്ടുന്ന വാല്യൂ നമ്മൾ എന്തിന് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അത് എന്നിട്ട് ആഡ് ചെയ്ത് നമ്മൾ പോകുന്ന സ്ട്രാറ്റജിയാണ് 9 കൊണ്ട് ഡിവിസിബിൾ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ അല്ലേ. ലാസ്റ്റ് അപ്പോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും മനസ്സിലല്ലേ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം, കമന്റ് ബോക്സിൽ നിങ്ങൾ ആൻസർ കണ്ടിട്ട് നിങ്ങൾ പിൻ ചെയ്യണം. ഓക്കെ. സോ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ എന്താണ്, 11ന്റെ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എങ്ങനെ 11 നമുക്ക് ഈസി ആയിട്ട് ഡിവിസിബിൾ ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞ അതേ മെത്തേഡ് തന്നെ, ബേസ് മെത്തേഡാണ്. ബേസ് മെത്തേഡ് എന്നാല് നമ്മൾ നേരത്തെ ബേസ് കണ്ടത് ഏതാണ്, 10 അല്ലേ.
ഇവിടെ ബേസ് മെത്തേഡ് ആണ് 11ന്റെ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ 10 - 1 = 11 ആണ് അല്ലെ. 10 - 1 = 11 ആണ്. അപ്പൊ നേരത്തെ നമ്മൾ +1 അല്ലേ, ഇവിടെ നമ്മൾ എന്ത് -1 ചെയ്താൽ മതി, ഈസി ആയിരിക്കും. ഓക്കെ അല്ലേ? നമുക്ക് നോക്കാം, എക്സാമ്പിൾ വെച്ച് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് 123 / 11. എങ്ങനെ ചെയ്യാം? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1 2 3 -1 നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ദെൻ 1 × -1 എന്ന് പറഞ്ഞാല് നമുക്ക് ആ സെയിം ഡിജിറ്റ് നമ്മൾ എടുത്ത് എഴുതുന്നു. അഗൈൻ 1 × -1 എന്ന് പറഞ്ഞാല് നമ്മൾ -1 കിട്ടി. അപ്പൊ 2 - 1 = എത്ര നമുക്ക് കിട്ടുക? 2 ന്ന് -1 ചെയ്താൽ 1 ആണ് കിട്ടുക. അഗൈൻ 1 × -1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം -1 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്? നമുക്ക് കിട്ടിയത് -1 ആണ്. 2 ന്ന് -1 3 ന്ന് -1 ചെയ്താൽ എത്രയാണ്? 2 ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ആൻസർ കിട്ടിയത്? 11.2 ആണ്. ക്ലിയർ ആയോ? ആദ്യത്തെ ഡിജിറ്റ് നമ്മൾ അതേമാതിരി എഴുതുന്നു, 1 കിട്ടി. ദെൻ 1 × -1 = -1. ഇപ്പൊ 2 ന്ന് -1 ചെയ്തു. അഗൈൻ 2 - 1 = 1. ദെൻ അഗൈൻ 1 × -1 എന്ന് പറഞ്ഞാൽ -1 തന്നെയാണ്. അത് നമ്മളിവിടെ -1 ചെയ്ത് 3 - 1 എത്രയാണ്? 2 ആണ്. അപ്പൊ ആൻസർ എന്താണ്? ലാസ്റ്റത്തെ ഡിജിറ്റ് നമ്മൾ റിമൈൻഡർ ആയിട്ട് കാണാം, 11.2 ആണ് കറക്റ്റ് ആൻസർ. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം. 561 / 11. നോക്കേ, 561 / 11 നമ്മൾ എങ്ങനെ ചെയ്യാം? 561 11 പറഞ്ഞാൽ നമ്മൾ എന്തായാലും -1 എന്നുള്ള സ്ട്രാറ്റജി എടുത്തു. ആദ്യത്തെ ഡിജിറ്റ് നമ്മൾ അതേമാതിരി എഴുതുന്നു 5. ദെൻ 5 × -1 എത്രയാണ്? -5 ആണ്. അപ്പൊ 6 - 5 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണ്? 1 ആണ് അല്ലെ. 1 കിട്ടി. 1 × -1 പറഞ്ഞാൽ -1 ആണ്. പ്ലസ് -1 എത്രയാണ്? 0 കിട്ടി. സോ റിമൈൻഡർ 0 ആണ്. 51 ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? ഓക്കെ, ദെൻ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കാം. 11ന്റെ നമുക്ക് ഈ ഒരു മെത്തേഡ് കൂടി നമുക്ക് വരേണ്ടതാണ്. 718 / 11 എങ്ങനെ നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്? -1 ആണല്ലോ നമ്മൾ പറഞ്ഞത്. 7 അതേമാതിരി നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ എഴുതി ഫസ്റ്റത്തെ ഡിജിറ്റ് അതേമാതിരി എഴുതുക. ദെൻ -1 × 7 എന്ന് പറഞ്ഞാൽ -7 ആണ്. ഇവിടെ നോക്കേ, 1 - 7 വരുന്നത് അല്ലെ. ചെറിയ നമ്പറിനെ കൊണ്ട് വലിയ ഡിജിറ്റ് മൈനസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാല് ഇവിടെ 7 -1 ചെയ്തിട്ട് എത്ര കിട്ടുക? 6 ആണ് കിട്ടുക. പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? -6 നമ്മൾ എഴുതി വെക്കുക. ഓക്കെ, -1 - 7 എന്നുള്ളടത്ത് നമുക്ക് എങ്ങനെ ചെയ്യേണ്ടത്? 1 നിന്ന് -7 1 കുറക്കുക. അപ്പൊ -6 നമുക്ക് കിട്ടി. ഓക്കെ, അത് നമ്മൾ എഴുതി വെക്കുന്നു. അതുപോലെ തന്നെ -1 × -6 ആറാൻ പകരം +6 ആണ് അല്ലെ. +6 ആണ്. -6 × -1 +6 ആണ്. അപ്പൊ 8 + 6 എന്ന് പകരം എത്രയാണ് വരുന്നത്? 14 ആണ് വരുന്നത് അല്ലെ. 14 റിമൈൻഡർ എന്ത് ഒറ്റ ഡിജിറ്റ് ഉണ്ടാകാൻ പാടുള്ളൂ, 14 ആണ്. ഇപ്പൊ 14 എന്ന് പറഞ്ഞാൽ നമ്മൾ 14 എത്ര 11 ഉണ്ട്? നമുക്കറിയാം എത്രയാണ് 11 ഉണ്ട്? ഒരു 11 ഉണ്ട്. ബാക്കി എത്ര വരുന്നത്? 3 ആണ് അല്ലെ. ഒരു 11 ഉണ്ട്, ബാക്കി എത്ര വരുന്നത്? 3 ആണ്. അതാണ് 14 എന്ന് പറഞ്ഞത്. അപ്പോ നമുക്ക് എന്ത് ചെയ്യുന്നത്? ഈ 1 നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നത്? നമുക്ക് മനസ്സിലായി എന്താ കിട്ടിയത്? 7 - 6 അതുപോലെ തന്നെ 0.3 ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ -6 വന്നു. 7 - 6 പറയുമ്പോൾ നമ്മൾ എന്ത് 1 ഇങ്ങോട്ട് ക്യാരി ചെയ്യുക. അപ്പം 6 ഇവിടെ 1 ഇങ്ങോട്ട് 1 നമുക്ക് ഇങ്ങനെ വന്നത് എങ്ങനെ? 7 - 6 നേരത്തെ 1 ഇങ്ങോട്ട് ക്യാരി ചെയ്ത് ഇവിടെ 3 ആണ് വന്നത്. 14 വന്നത്. അപ്പൊ -6 നമുക്ക് എന്ത് ചെയ്യുന്നു? ക്യാൻസൽ ചെയ്യാൻ എങ്ങനെയാണ്? ഈ ഇതിൽ നിന്ന് 1 ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നത്? കൊടുക്കുന്ന സമയത്ത് നമുക്ക് 10 ആയി. 10 - 6 = 4 ആണ്. 4 + 1 = 5 ആണ്. ഇവിടെ 1 ഇങ്ങോട്ട് ക്യാരി ഇങ്ങോട്ട് പോയല്ലോ, അപ്പോൾ മൈനസ് അല്ലേ വരുന്നത്. അതുകൊണ്ട് 65.3 ആയിരിക്കും കറക്റ്റ് ആൻസർ. ഒന്നുകൂടി നിങ്ങൾ നോക്കുക. നമ്മൾ എന്താ ചെയ്തത്? 718 നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ചെയ്തത് 7 അതേമാതിരി നമ്മൾ ഇട്ടു. ദെൻ -1 × 7 പറഞ്ഞാൽ -7 ആണ്. അതുകൊണ്ട് 1 നിന്ന് -7 ചെയ്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്ത്? -6 ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്ത്. ദെൻ -1 × 6 ആണ് +6 ആണ്. നമുക്ക് എന്ത് ചെയ്ത്? 14 കിട്ടി. +6ഉം 8ഉം എത്രയാണ്? 14 കിട്ടി. 14 എന്ന് പറഞ്ഞാൽ എന്താണ്? 11 + 3 ആണ് 14. അതുകൊണ്ട് ഒരു 11 അതിലുണ്ട്. അതുകൊണ്ട് 1 നമ്മൾ ഇങ്ങോട്ട് ക്യാരി ചെയ്ത്. -6 ആണല്ലോ. -6 നമ്മൾ എങ്ങനെ ചെയ്യാം? നമുക്ക് 1 അങ്ങോട്ട് ക്യാരി ചെയ്യണം. 7 ന്ന് 1 അങ്ങോട്ട് ക്യാരി ചെയ്ത സമയത്ത് നമ്മൾ എന്ത് കിട്ടി? എന്താ 10 ആയി. 10 നിന്ന് 6 കുറച്ച് എത്രയാണ്? 4 ആണ്. 4 ഓൾറെഡി ഇവിടെ 1 ക്യാരി ചെയ്തിട്ടുണ്ട്. അപ്പൊ 4 + 1 = 5 ആണ്. ഇവിടുന്ന് 1 പോയത് കൊണ്ട് 6 കിട്ടി. ഇവിടെ എത്രയാണ് ബാലൻസ് ഉള്ളത്? 3 ആണ്. 65.3 ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക?
നിങ്ങൾ ചെയ്തതിന് ശേഷം ഇതിന് ആൻസർ എന്താണെന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുക. ഓക്കെ, ദെൻ താങ്ക് യു. അപ്പോ നിങ്ങൾക്ക് 9-ന്റെയും 11-ന്റെയും ഡിവിഷൻ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.